എന്തേ കാണിക്കുന്നേ? ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ വാതിലിൽ തൊട്ടുകൂടാ. അങ്ങനെ ഇവിടുത്തെ ആചാരം. മനസ്സിലായോ? അല്ല, താനല്ലേ ഇന്നലെ അവിടെ ഡാൻസ്? ആ, ഇന്നലെ ഫോട്ടോ എടുത്ത ആളല്ലേ? അതെ. ഇവിടെ എന്താ? ഓ, ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ലല്ല, തെരഞ്ഞു വന്നതാ. ആരെ? പേരെന്താ? തെരഞ്ഞു വന്നതല്ലേ, പേരും തെരഞ്ഞു തന്നെ കണ്ടുപിടിച്ചോ. ഹലോ, ആദ്യമായി ആരതി വർമ്മ തോൽക്കാൻ പോകുന്ന കേസ് പ്രിയങ്കയുടെ കൊലപാതകമായി. താങ്ക് യു സർ. ഇതുപോലുള്ള വെല്ലുവിളികളാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. ഈ കേസിൽ സാറ് തീരുമാനിച്ച പ്രതികളെ ഒരു കാരണവശാലും സാറ് വിടില്ല എന്നും അവരെ കൊടുക്കാനുള്ള സർവ്വ തെളിവുകളും സാർ ഉണ്ടാക്കിയെടുക്കുന്നു സാർ അറിയാതെ ഈ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ വഴിക്ക് ശ്രമിക്കേ. ഇത് നമുക്കിടയിലുള്ള ഒരു വെല്ലുവിളിയായിട്ടിരുന്നോട്ടെ. ഈ കേസിൽ നിരപരാധിയായ ഒരാളെ സാറ് ശിക്ഷിക്കില്ല. അതിനുവേണ്ടി സാർ എത്ര കഷ്ടപ്പെട്ട് തെളിവ് കണ്ടുപിടിച്ചു കൊണ്ടുവന്നാലും ഞാനത് മറികടക്കും. ഈ കേസിൽ സത്യമേ ജയിക്കൂ. വരട്ടെ സർ. എന്താ ദേവേട്ട? ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. അല്ല, മോളെവിടെ യശോദേ? മോളെ, രാധിക മോളുടെ കാര്യത്തിൽ ഇനി തീരുമാനങ്ങളൊന്നും വൈകിക്കൂടാ. എന്റെ അമ്മ, അച്ഛനും അമ്മയും കൂട്ടി ഇന്ന് കടിമംഗലത്തേക്ക് ഒന്ന് പോയാലൊന്ന് ആലോചിക്കുക. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? അല്ല, എങ്ങനെ തിരക്ക് പിടിക്കുന്നേ? എല്ലാം സമാധാനത്തിൽ പോരെ അച്ഛാ? പോരാ, ഒരു പേടി ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയാ. പ്രിയങ്ക പോയി, ഇനി അച്ഛനും അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. മോളുടെ സന്തോഷ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒന്നിച്ചു ചേർത്താല് അച്ഛന്റെ കടമകളൊക്കെ പൂർത്തിയാവും. മോളെ, തടസ്സമൊന്നും പറയണ്ട. അച്ഛൻ ഏത് നേരവും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനും ആലോചിച്ചു അത് തന്നെ നടക്കട്ടെ എന്ന്. എന്നാലും അച്ഛൻ ചെല്ലുമ്പോ അവിടെയുള്ളവര്... ഞാനൊരു കാര്യം പറയുന്നു, അത് നിങ്ങളെ എല്ലാവരും അനുസരിക്കണമെന്ന് പറയാനല്ലല്ലോ പോകുന്നത്. അവിടെ എല്ലാവരും ഇത് ഒറ്റ മനസ്സോടെ അംഗീകരിക്കണമെന്നില്ല. ചിലര് ചില മുഷ്ടിലുകളൊക്കെ പറയും. പറയട്ടെ, അത് കേൾക്കാൻ തയ്യാറായിട്ട് തന്നെ അച്ഛൻ പോകുന്നത്. നിനക്ക് വേണ്ടി അച്ഛനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും അച്ഛനത് നടത്തിയിരിക്കും മോളെ. ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും. ഇപ്പോഴത്തെ അവസ്ഥയില് മോളെ തനിച്ചാക്കി പോവാൻ വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, അങ്ങോട്ടിപ്പോ മോളെയും കൂട്ടി ചെല്ലാൻ പറ്റില്ലല്ലോ. അച്ഛനും അമ്മയും പെട്ടെന്ന് പോയിട്ട് വരാം. ആരതി വർമ്മ എന്റെയും അച്ഛന്റെയും സകല പ്ലാനുകളും പൊളിച്ചത് അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ്. അതിനവർക്ക് ഉചിതമായ ഒരു സമ്മാനം കൊടുത്തേ പറ്റും. ഗൗതം, തൽക്കാലം അവർക്കെതിരെ ഒന്നും ചെയ്യേണ്ടതല്ലേ നിന്റെ അച്ഛനും സിയെയും പറഞ്ഞത്? അവരങ്ങനെയൊക്കെ പറയും. അവളുടെ കോടതിയിലെ പ്രകടനം കണ്ട് നടുങ്ങിയിരിക്കുക രണ്ടുപേരും. പക്ഷേ
ആരതി വർമ്മ ഈ കേസിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി കോടതിയിലെത്തിയ അവൾ എല്ലാവരെയും കൊടുക്കും. അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും അകത്തു പോകും. അത് സംഭവിക്കാൻ പാടില്ല. ഗൗതം, നിന്റെ പ്ലാൻ എന്താ? ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. ആരതി വർമ്മയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. പല സ്റ്റേറ്റിൽ നിന്നും 1 or 2 തവണ ആരതി വർമ്മ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഡൽഹിയിൽ വെച്ച്, മറ്റൊരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച്. അതായത് ആരതി വർമ്മയ്ക്ക് എവിടെ വെച്ച് അപകടം ഉണ്ടായാലും അതിന് പുറകിലുള്ള ശത്രുക്കളെ കണ്ടുപിടിക്കാൻ നിയമം ഒരുപാട് ബുദ്ധിമുട്ടും. ആരും അറിയാതെ ഒരു ആക്രമണം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്. ആരതി വർമ്മ എന്നേക്കുമായി കള ഒഴിയുന്നു. പകരം കണിമംഗലം ചന്ദ്രശേഖരനും മകനും കളം പിടിക്കുന്നു. ഓക്കെ, എന്താ ചെയ്യണ്ടേ? നമ്മൾ അവളെ തിരഞ്ഞിറങ്ങുകയാണ് ഇപ്പൊ തന്നെ. കൂട്ടാളികൾ ഒരുപാടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾക്ക് അവൾ തനിച്ചാണ് ഇറങ്ങുക. അങ്ങനെ ഒരു യാത്ര. അവിടെയാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുന്നത്. തീർത്ത് കളഞ്ഞേക്കല്ലേ? തീർക്കണം. ഒരു പിഴവും പറ്റരുത്. ശ്രദ്ധിച്ചു വേണം.